ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മളുടെ കുട്ടികളാണെങ്കിലും അല്ല ജനറൽ ആയിട്ടുള്ള ആളുകളാണെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ധാരാളമായി വന്നു, സമയം കിട്ടിയില്ല മുഴുവനായിട്ട് വായിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ എന്നതായിരുന്നു ഏറ്റവും വലിയ പരാതി ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പരാതി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് എന്ന് പറയാം തരികയാണ്. അതായത് സെക്കൻഡ് സ്റ്റേജിന് മുമ്പ് വളരെ തറോ ആയിട്ട് GK പാർട്ടുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഫൈനൽ റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് GK പോർഷൻസിൽ നിന്നും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും അധികം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഒരു ക്രാഷ് ടെസ്റ്റ് സീരീസ് എന്നാണ്. ഇത് പെയ്ഡ് ടെസ്റ്റ് സീരീസ് ഒന്നുമല്ല. നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ഫ്രീ ആയി നിങ്ങൾക്ക് കയറി ഒരു ടെസ്റ്റ് ആയിട്ട് തന്നെ, ഓർക്കുക, പ്രത്യേകം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫസ്റ്റ് സ്റ്റേജിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതാണ്, നമ്മുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ തരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്, തരുന്ന ഓരോ ടെസ്റ്റുകളും PDF വേണ്ടി കാത്തിരിക്കാതെ വളരെ കൃത്യമായി പരീക്ഷയായി തന്നെ എഴുതണം. കാരണം സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് പരീക്ഷയായി എഴുതി നമ്മൾ പരിചയം വരുമ്പോൾ മാത്രമാണ് നമുക്ക് പരീക്ഷാ ഹാളിൽ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ നമ്മൾ കൃത്യമായി GK പോർഷൻസിന്റെ ഓൾറെഡി ഒരു ഫുൾ ആയിട്ടുള്ള 50 ചോദ്യങ്ങളുടെ ഒരു ടെസ്റ്റ് നമ്മൾ ഓൾറെഡി GK കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണം കഴിഞ്ഞു. ഹിസ്റ്ററിയുടെ ഇതുപോലെയുള്ള 50 ചോദ്യങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ആകട്ടെ, ജിയോഗ്രഫി ആകട്ടെ, പൊളിറ്റി ആകട്ടെ, നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു അവസാനവട്ട റിവിഷൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ധാരാളമായി അറ്റൻഡ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ടൈം ബൗണ്ട് ആയിട്ട് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ഈ എക്സാമുകൾ എഴുതി ഈ ടെസ്റ്റ് ഒരു ക്രാഷ് ടെസ്റ്റ് സീരീസ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായി പഠനം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. സോ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പേടിയില്ലാതെ, ഭയമില്ലാതെ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സോ വെൽക്കം ടു അക്കാഡമിക്സ് PSC.